Hello students, ഇന്ന് ഞാൻ എടുക്കുന്നത് EE 464 ഫാക്സിൻ്റെ സെക്കൻഡ് ഇന്റേണൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ കീ ഡിസ്കഷനുമാണ്. പ്രീവിയസ് സെക്ഷനിൽ നമ്മൾ പാർട്ട് ബി തുടങ്ങിയായിരുന്നു. ഇനി 3 more ക്വസ്റ്റ്യൻസ് ആൻസേഴ്സും ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ അത് ഈ സെഷനിൽ കണ്ടിന്യൂ ചെയ്യണം. പാർട്ട് ബിയിലെ 8th ക്വസ്റ്റ്യൻ, കമ്പയർ സ്റ്റാറ്റ്കോം ആൻഡ് സ്റ്റാറ്റിക് വാർ കോമ്പൻസേറ്റർ 6 മാർക്ക്, functional carrier and phasor diagram of SSC 4 marks. ഇപ്പോൾ സ്റ്റാറ്റ്കോം സ്റ്റാറ്റിക് വാർ കോമ്പൻസേറ്റർ എഴുതുമ്പം കമ്പാരിസൺ എഴുതുമ്പോൾ കുറച്ചുകൂടെ എക്സ്പ്ലനേഷനോട് കൂടി എഴുതുക. വരുന്ന കേർവ്സിൻ്റെ രീതിയിലുള്ള കമ്പാരിസൺ എടുത്ത് എഴുതണം. ഫസ്റ്റ് വൺ BI ക്യാരിയുടെ ബേസിസിൽ സ്റ്റാറ്റ്കോം സ്റ്റാറ്റിക് വാർ കോമ്പൻസേറ്ററിൻ്റെ കമ്പാരിസൺ ആണ്. അപ്പം നോക്കിയൊക്കെ അതിൻ്റെ ഡയഗ്രം നോക്കുമ്പോൾ അറിയാം, സ്റ്റാറ്റ്കോമിൽ IC മാക്സ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് എത്ര കുറവാണെങ്കിൽ കൂടി അതിന് IC മാക്സ് ഇൻജെക്റ്റ് ചെയ്യാൻ പറ്റും. ഇറ്റ് ക്യാൻ ഇൻജെക്ട് IC മാക്സ് വിത്ത് എനി വാല്യൂ ഓഫ് വോൾട്ടേജ് സാഗ്. ആൻഡ് സ്റ്റാറ്റിക് വാർ കോമ്പൻസേറ്ററിൻ്റെ എന്താ, ദ മാക്സിമം കോമ്പൻസേറ്റിംഗ് കറണ്ട് ഓഫ് സ്റ്റാറ്റിക് വാർ കോമ്പൻസേറ്റർ ഡിക്രീസസ് ലീനിയർലി വിത്ത് AC സിസ്റ്റം വോൾട്ടേജ്. AC സിസ്റ്റം വോൾട്ടേജ് അനുസരിച്ച് ഇൻജെക്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കറണ്ട് കുറഞ്ഞു വരും. അതേപോലെ തന്നെ റിയാക്റ്റീവ് പവർ ഹാൻഡ്ലിംഗ് കേപ്പബിലിറ്റിയും കുറയും സ്റ്റാറ്റിക് വാർ കോമ്പൻസേറ്ററിൻ്റെ കേസിൽ. രണ്ടാമത്തെ കമ്പാരിസൺ വരുന്നത് ട്രാൻസ്മിഷൻ ആംഗിൾ, റിയൽ പവർ വേഴ്സസ് ട്രാൻസ്മിഷൻ ആംഗിളിൻ്റെ കർവിലാണ്. ഇപ്പോൾ സ്റ്റാറ്റ്കോമിൽ നോക്കിക്കേ, അത് 0 to 90 ഡിഗ്രി വരെ കൂടി അതിനുശേഷം ഡിക്രീസ് ചെയ്യുന്ന കർവ് സ്മൂത്ത് ആണ്. അതായത് സ്റ്റാറ്റിക് വാർ കോമ്പൻസേറ്റർ അതേ സമയത്ത് ഇങ്ങനെ സ്റ്റീപ്പായിട്ടാണ് വരുന്നത്. സോ ഈ സ്റ്റാറ്റ്കോമിൻ്റെ എബിലിറ്റി ലോ സിസ്റ്റം വോൾട്ടേജിന് അതിന് ഫുൾ കപ്പാസിറ്റി കറണ്ട് കൊടുക്കാനുള്ള അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള എബിലിറ്റി കാരണം അതിന് സ്റ്റാറ്റിക് വാർ കോമ്പൻസേറ്ററിനേക്കാളും ട്രാൻസിയൻറ്റ് സ്റ്റെബിലിറ്റി കുറച്ചുകൂടെ നന്നായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യും സ്റ്റാറ്റിക് വാർ കോമ്പൻസേറ്ററിനേക്കാളും. അതാണ് ട്രാൻസിയൻറ്റ് സ്റ്റെബിലിറ്റിൻ്റെ ബേസിസിൽ പറയുവാണ്. റെസ്പോൺസ് ടൈമിൻ്റെ കേസ് പറയുവാണെങ്കിൽ സ്റ്റാറ്റ്കോമിലാണ് റെസ്പോൺസ് ടൈമും അതേപോലെ ബാൻഡ് വിഡ്ത്ത് ഓഫ് ക്ലോസ്ഡ് വോൾട്ടേജ് റെഗുലേഷൻ ലൂപ്പ് എല്ലാം സ്റ്റാറ്റിക് വാർ കോമ്പൻസേറ്ററിനേക്കാളും ബെറ്റർ സ്റ്റാറ്റ്കോമാണ്. ഫോർത്ത് പോയിന്റ് എന്ന് വെച്ചാൽ സ്റ്റാറ്റ്കോമിന് എനർജി സോഴ്സ് ചെയ്യുന്ന റിയൽ പവറിനെ ഡ്രോ ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. അതായത് DC ടെർമിനലിൽ അത് എന്നിട്ട് എന്താ സിസ്റ്റത്തിന് AC പവറായിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത് കാരണം അതിന് ഡൈനാമിക് കോമ്പൻസേഷൻ അതേപോലെ പവർ സിസ്റ്റം എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഒക്കെ കൂടി. ഇനി ബേസ്ഡ് ഓഫ് പെർഫോമൻസ് പറയുവാണെങ്കിൽ ലോസ് വേഴ്സസ് ഔട്ട്പുട്ട് ക്യാരി ആണെങ്കിൽ രണ്ടിനും റിലേറ്റീവ് ലോസസ്, 0 റിയാക്റ്റീവ് പവർ ഔട്ട്പുട്ടിൽ ലോസസ് കുറവാണ്. റിയാക്റ്റീവ് പവർ ഔട്ട്പുട്ട് കൂടുന്നതനുസരിച്ച് ഈ ലോസസ് കൂടും. പക്ഷേ സ്റ്റാറ്റ്കോമിലാണ് ലോസ് കോൺട്രിബ്യൂഷൻ ഈസ് ഹയർ ഫോർ സ്റ്റാറ്റ്കോം ദാൻ സ്റ്റാറ്റിക് വാർ കോമ്പൻസേറ്ററിനെക്കാളും കൂടുതൽ. ഫിസിക്കൽ സൈസ് ആൻഡ് ഇൻസ്റ്റാളേഷൻ്റെ ബേസിസിൽ നോക്കുവാണെങ്കിൽ സ്റ്റാറ്റിക് വാർ കോമ്പൻസേറ്റർ റിയാക്ടർ കപ്പാസിറ്റർ ബാങ്ക്സ് ഒക്കെ വേണം. അതേ സമയത്ത് അത് സ്റ്റാറ്റ്കോമിൽ വേണ്ട. അങ്ങനെ വരുമ്പോൾ സ്റ്റാറ്റ്കോമിൻ്റെ ഓവറോൾ സൈസ് കുറയും. അതേപോലെ ലേബർ കോസ്റ്റ് ഒക്കെ സ്റ്റാറ്റിക് വാർ കോമ്പൻസേറ്ററിനേക്കാളും കുറവാണ്. സോ ഇത്രയാണ് കമ്പാരിസൺ. 6 മാർക്കിൻ്റെ ചോദ്യം 6 പോയിന്റിലും എഴുതുക. ഓരോ പോയിന്റും ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോകണം. കർവ് ഉള്ളത് കർവ് വരച്ച് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യണം. സ്റ്റാറ്റിക് സിങ്ക്രോണസ് സീരീസ് കോമ്പൻസേറ്റർ, അപ്പോൾ അത് സീരീസ് കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അതാണ് ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം, സ്കിമാറ്റിക് ഡയഗ്രാം, ഫേസർ ഡയഗ്രാം തന്നിട്ടുണ്ട്. VS VR തമ്മിൽ ഡെൽറ്റ ആംഗിളാണ്. ഇവിടെ ഒരു VQ ഇൻജെക്റ്റ് ചെയ്യുവാണ്. അപ്പം ട്രാൻസ്മിഷൻ ലൈൻ വോൾട്ടേജിനെ ഇൻ എഫക്റ്റ് കുറയ്ക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇമ്പിഡൻസ് കുറയ്ക്കുകയാണ്. അപ്പോൾ ഒബിയസ്ലി അവിടെ പവർ ട്രാൻസ്ഫർ കൂടും. അപ്പോൾ ഇത് 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ. ഇനി ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഇക്വലന്റ് സർക്യൂട്ട് ഫോർ ഷണ്ട് പ്ലസ് സീരീസ് കോമ്പൻസേറ്റർ വിത്ത് ഡയഗ്രാം 5 മാർക്ക് ക്വസ്റ്റ്യൻ. അപ്പോൾ ഷണ്ട് പ്ലസ് സീരീസ് കോമ്പൻസേറ്റർ എന്ന് പറഞ്ഞാൽ അത് UPFC ആണ്. അതിനൊരു ഷണ്ട് കൺവേർട്ടറും ഉണ്ട്, സീരീസ് കൺവേർട്ടറും ഉണ്ട്. അപ്പം ഷണ്ട് കൺവേർട്ടർ അപ്പം അതിനെ എന്താ ഡ്രോ ചെയ്യുന്ന ഒരു ആക്റ്റീവ് ആൻഡ് റിയാക്റ്റീവ് കറണ്ട് IPIRനെ ഡ്രോ ചെയ്യും. ഷണ്ട് കണക്ഷനിൽ ലൈൻ കറണ്ട് ഇഞ്ചക്ഷനാണ്, സീരീസ് കണക്ഷനാണ് വോൾട്ടേജ് ഇഞ്ചക്ഷനാണ്.
The active power related to Vp by the equation V into Ip equals I into Vp. അപ്പോൾ ഇക്വലൻറ്റ് സർക്യൂട്ടിന് നമുക്ക് 2-പോർട്ട് നെറ്റ്വർക്ക് പോലെ യൂസ് ചെയ്യാം. ഷണ്ട് കൺവേർട്ടർ ഒരു പോർട്ടിലും സീരീസ് കൺവേർട്ടർ ലൈന് സീരീസ് ആയിട്ട് അടുത്ത പോർട്ടിലും അതർ പോർട്ടിലും വെക്കുക, കണക്ട് ചെയ്തേക്കുക. അപ്പോൾ സീരീസ് ഇൻജക്റ്റഡ് വോൾട്ടേജ് ഏതൊക്കെയാണ്? Vp VR എന്ന് പറഞ്ഞാൽ കൺട്രോൾ ചെയ്യുവാണ്. എന്തിനു വേണ്ടിയാണ്? to regulate active power and reactive power in the line. And these quantities are conveniently measured at the line side port of the UPFC. അപ്പോൾ ഒരു 2-പോർട്ട് നെറ്റ്വർക്ക്, ഷണ്ട് കൺവേർട്ടർ, സീരീസ് കൺവേർട്ടർ. അപ്പോൾ അതനുസരിച്ച് ഇൻജെക്ട് ചെയ്യുന്ന വോൾട്ടേജ് ആണ് എന്ത്? ആക്റ്റീവ് റിയാക്റ്റീവ് പവറിനെ കൺട്രോൾ ചെയ്യുന്ന ലൈനിൽ. അപ്പോൾ ഇതൊരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ പാർട്ട് ബി, power transmission parameters that can be controlled using UPFC. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഇക്വലൻറ്റ് സർക്യൂട്ട് ഡയഗ്രാം 2 മാർക്സ് പ്ലസ് എക്സ്പ്ലനേഷൻ 3 മാർക്സ് ആണ്. 9-7 മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. A 2-port network വെച്ച് apparent power ഏതാണ്? V1 into I conjugate will be equal to real part of E into I2 conjugate. equation 1. V1 എന്ന് പറഞ്ഞാൽ V1 e raised to j theta 1, I2 e raised to j theta 2. അപ്പോൾ I and E എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും? I will be equal to IP minus j into IR into e raised to j theta 1 and E will be equal to VP plus j VR into e raised to j phi 2. Parameters to be controlled using UPFC വരുന്നതാണ് വോൾട്ടേജ് പറ്റും, ഇമ്പിഡൻസ് പറ്റും, ഫേസ് ആംഗിൾ, ആക്റ്റീവ് പവർ, റിയാക്റ്റീവ് പവർ. ഇപ്പോൾ ഈ 4 ഫംഗ്ഷന് ആണ് 1 മാർക്ക്. 5 ഫംഗ്ഷനാണ് 1+1 ഈച്ച് 5 മാർക്കായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതിൽ വോൾട്ടേജ് കൺട്രോളിൻ്റെ ഡയഗ്രാം തന്നിരിക്കുന്നത്. അപ്പം വോൾട്ടേജ് റെഗുലേഷൻ വിത്ത് കണ്ടിന്യൂസ്ലി വേരിയബിൾ ഇൻ ഫേസ് ഓർ ആൻറ്റി ഫേസ് വോൾട്ടേജ് ഇഞ്ചക്ഷൻ ഈസ് ഷോൺ ഫോർ വോൾട്ടേജ് ഇൻക്രിമെൻറ്റ്സ് വി പി ക്യു ഈക്വൽസ് +or- ഡെൽറ്റ വി. അപ്പോൾ ഇത് നമ്മുടെ കൺവെൻഷണൽ ടാപ്പ് ചേഞ്ചർ വെച്ചിട്ട് ഹാവിങ് ഇൻഫിനിറ്റ്ലി സ്മോൾ സ്റ്റെപ്സ് അതിന് അത് വെച്ച് ഒബ്റ്റെയിൻ ചെയ്യുന്നതിനോട് ഇക്വലൻ്റ് ആണ് ഇവിടെ നിന്ന് തരുന്ന വോൾട്ടേജ് കൺട്രോൾ. അതാണ് V + ഡെൽറ്റ വി. ഇങ്ങനെ കുറേ സ്റ്റെപ്സ് ആയിട്ട് ഇൻക്രീസ് ചെയ്യാം, അല്ല കൺട്രോൾ പ്രൊവൈഡ് ചെയ്യും. ഇനി സീരീസ് റിയാക്റ്റീവ് കോമ്പൻസേഷൻ പറയുമ്പോഴത്തേക്കും ഇൻജക്റ്റഡ് സീരീസ് കോമ്പൻസേറ്റ് വോൾട്ടേജിന് കോൺസ്റ്റൻ്റ് ആക്കി വെക്കാം, independent of line current variation or can be varied in proportion with the line current. Phase angle regulation വരുമ്പോഴത്തേക്കും എങ്ങനെ സംഭവിക്കുന്നത്? വിയുടെ കൂടെ ഒരു വോൾട്ടേജ് ഇഞ്ചെക്ട് ചെയ്യാണ് V സിഗ്മ, അല്ലേ? ടെൻ ആംഗുലർ റിലേഷൻ വിത്ത് റെസ്പെക്ട് ടു V. അപ്പോൾ അവിടെ എന്താ ഉണ്ടാകുന്നത്? ഇൻ എഫക്റ്റ് അതിൻ്റെ ഫേസസ് തമ്മിൽ വിയുമായിട്ട് ഒരു ഫേസ് ഷിഫ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഡിസൈഡ് ഫേസ് ഷിഫ്റ്റ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും ബൈ കൺട്രോളിങ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വോൾട്ടേജ്. ഇപ്പോൾ UPFC ഒരു പെർഫെക്റ്റ് ഫേസ് ആംഗിൾ റെഗുലേറ്റർ ആയിട്ട് ഉപയോഗിക്കും. ഓൾസോ അത് റിയാക്റ്റീവ് പവറിനെ സപ്ലൈ ചെയ്യും ബൈ ഇന്റേണൽ വാർ ജനറേഷൻ. അപ്പം ഈ കൺട്രോൾ ഫങ്ഷൻസ് ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. 5 മാർക്സ് ഫോർ ദാറ്റ്. സോ ദിസ് ഇസ് എ ബ്ലോക്ക് ഡയഗ്രാം ഫോർ ഷണ്ട് കൺട്രോൾ സ്കീം. നോക്കിക്കേ, ഇവിടെ നമുക്ക് ISH എന്നുണ്ട്, അതായത് ഷണ്ട് കൺവേർട്ടറിൻ്റെ കറണ്ട്. അതിനൊരു റിയൽ കമ്പോണൻ്റ് ഉണ്ട്, റിയാക്റ്റീവ് കമ്പോണൻ്റ് ഉണ്ട്. സോ റിയാക്റ്റീവ് കമ്പോണന്റ് ലിമിറ്റ് കമ്മ്യൂട്ടർ കൊടുക്കുന്നു, റിയാക്റ്റീവ് കറണ്ട് ലിമിറ്റർ വന്നു, റിയാക്റ്റീവ് കറണ്ട് റെഫറൻസ് ഉണ്ടാകും. ഈ റിയാക്റ്റീവ് കറണ്ട് റെഫറൻസ് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ബേസിക്കലി ഒരു ഔട്ടർ വോൾട്ടേജ് ഡ്രോപ്പിൽ നിന്നാണ്. വോൾട്ടേജ് AC സിസ്റ്റം വോൾട്ടേജിൻ്റെ ബസ് വോൾട്ടേജ് മാഗ്നിറ്റ്യൂഡിനെ കമ്പ്യൂട്ട് ചെയ്യുന്നു, അതിനെ റെഫറൻസ് ആയിട്ട് കമ്പയർ ചെയ്യുന്നു, എറർ ഉണ്ടാകുന്നു. സോ അതിൽ നിന്നാണ് റിയാക്റ്റീവ് കറണ്ട് റെഫറൻസ് ഉണ്ടാകുന്നത്. ഇവിടെ നിന്ന് വന്നിട്ട് റിയാക്റ്റീവ് കറണ്ടും വരുന്നുണ്ട് ISHQ. അതിനുശേഷം ആ എറർ വെച്ചിട്ട് എററിനെ ആംപ്ലിഫൈ ചെയ്ത് നമുക്കൊരു ഫേസ് ആംഗിൾ ആൽഫ കിട്ടും. നമ്മുടെ ബസ് വോൾട്ടേജ് V1 ആണ്. അതിന് ഫേസ് ലോക്ക് ലൂപ്പിൽ കൂടെ പോകുമ്പോൾ അതിന് ഫേസ് ആയിട്ടൊരു സിഗ്നൽ തീറ്റ ഫേസ് ആംഗിൾ ഉള്ള ഒരു സിഗ്നൽ വന്നു. സോ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് തീറ്റ പ്ലസ് ആൽഫ വരുന്ന രീതിയിൽ ഷണ്ട് കൺവേർട്ടർ ഗേറ്റ് പാറ്റേൺ ലോജിക്കിലോട്ട് കൊടുക്കുവാണ്. സോ അത് റിസൾട്ട് ചെയ്യുമ്പോൾ ഈ ഷണ്ട് കൺവേർട്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ടിൻ്റെ ഫേസ് ആംഗിൾ എന്ന് വെച്ചാൽ തീറ്റ പ്ലസ് ആൽഫ അല്ലെങ്കിൽ ആൽഫ വേരി ചെയ്യും, ആൽഫ ആയിട്ട് മാറും. ഒറിജിനലി തീറ്റ നമ്മുടെ സിസ്റ്റം വോൾട്ടേജും ഈ കൺവേർട്ടറിൻ്റെ വോൾട്ടേജും തമ്മിൽ എന്താ ആൽഫ ഫേസ് ഷിഫ്റ്റ് ഉണ്ടാകും. സോ ഇവിടെ നോക്കുക, റിയാക്റ്റീവ് കറണ്ട് റെഫറൻസ് വെച്ചിട്ടുള്ള നോക്കിയപ്പം നമുക്ക് ഫേസ് ആംഗിളിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കൺട്രോൾ സ്കീമാണ് ഇത് കണ്ടത്. ഇതേപോലെ റിയൽ പവർ ഇൻവോൾവ് ചെയ്യുവാണെങ്കിൽ വോൾട്ടേജിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും.
PFCയിൽ ഷണ്ട് കൺവേർട്ടർ ഉണ്ട്, സീരീസ് കൺവേർട്ടർ ഉണ്ട്. അപ്പോൾ ഈ രണ്ട് കൺട്രോൾ സ്കീം കൺസിഡർ ചെയ്യും. അപ്പോൾ ഷണ്ട് കൺവേർട്ടറിൻ്റെ ബ്ലോക്ക് ഡയഗ്രം ഇപ്പോൾ കണ്ടു. അതിൻ്റെ തന്നെ ആ ബ്ലോക്ക് ഡയഗ്രം 3 മാർക്സും എക്സ്പ്ലനേഷൻ 2 മാർക്സും ആണ്. അങ്ങനെ 3 + 2 5 3 + 2 5 അങ്ങനെയാണ് ഇതിൻ്റെ മാർക്ക് ഡിവിഷൻ പോകുന്നത്. സ്റ്റാറ്റ്കോം അല്ലെങ്കിൽ ഷണ്ട് കൺവേർട്ടറിന് 2 ഓപ്പറേറ്റിംഗ് മോഡ്സ് ആണുള്ളത്. ഒന്ന് റിയാക്റ്റീവ് പവർ കൺട്രോൾ മോഡ്. അവിടെ എന്താണെന്ന് വെച്ചാൽ റിയാക്റ്റീവ് കറണ്ട് റെഫറൻസിനെ ഡിറ്റർമൈൻ ചെയ്യും യൂസിങ് ഇൻഡക്റ്റീവ് അല്ലെങ്കിൽ കപ്പാസിറ്റീവ് റിയാക്റ്റീവ് പവർ കമാൻഡ്. അതേപോലെ രണ്ടാമത്താണ് ഓട്ടോമാറ്റിക് വോൾട്ടേജ് കൺട്രോൾ മോഡ്. അവിടെ റിയാക്റ്റീവ് കറണ്ട് റെഫറൻസിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫീഡ്ബാക്ക് വോൾട്ടേജിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന്. പിന്നെ ആ ബ്ലോക്ക് ഡയഗ്രം എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയാൽ മതി. So here there is a real and reactive current computer. നോക്കിക്കേ, റിയൽ പവർ റിയാക്റ്റീവ് പവറും വന്നു, നമ്മുടെ വോൾട്ടേജ് ഓഫ് ദ കൺവേർട്ടർ V2, അതിൽ നിന്ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസൈഡ് റിയൽ റിയാക്റ്റീവ് പവറിനനുസരിച്ച് IP സ്റ്റാർ റിയൽ കറണ്ടിൻ്റെ റെഫറൻസും റിയാക്റ്റീവ് കറണ്ട് റെഫറൻസ് IQ സ്റ്റാറും ജനറേറ്റ് ചെയ്തു. പിന്നെ ഇത് മെഷേർഡ് വാല്യൂസ് ആണ്. അതിൻ്റെ കമ്പോണൻസ് IQ, റിയാക്റ്റീവ് കമ്പോണൻറ്റ് ഓഫ് കറണ്ട് IQ, റിയൽ കമ്പോണൻറ്റ് IPയും വന്നു. രണ്ടും അതിൻ്റെതായ കമ്പാരിറ്റേഴ്സിൽ പോയി അതിൽ നിന്നുണ്ടാകുന്ന എററിനെ ആംപ്ലിഫൈ ചെയ്യുന്നു. എററിനെ ആംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് എന്തുവാ വേണ്ടേ, ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന വോൾട്ടേജ് ആണ് വേണം ഇൻജെക്ട് ചെയ്യാൻ. അപ്പോൾ ആ വോൾട്ടേജിൻ്റെ മാഗ്നിറ്റ്യൂഡും ഫേസ് ആംഗിളും കണ്ടുപിടിക്കണം. സോ ഈ എററിൻ്റെ വാല്യൂ വെച്ചിട്ട് നമുക്കൊരു സീരീസ് ഇൻജെക്റ്റഡ് വോൾട്ടേജ് ലിമിറ്റർ, അതായത് എത്ര വോൾട്ടേജ് വരെ മാക്സിമം ഇൻജെക്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ആ ലിമിറ്റ് വാല്യൂ കാണുവാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടുന്ന് V2Qയും V2Pയും കിട്ടി. സോ ഇതിലോട്ട് വരുന്ന ഇൻപുട്ട് എവിടുന്ന ലിമിറ്റ് കമ്പ്യൂട്ടർ ആണ്. എത്ര വോൾട്ടേജ് മാക്സിമം ഇൻജെക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇവിടുന്ന് നമുക്ക് കിട്ടുന്നത്. സോ മാക്സിമം കമ്പോണൻറ്റ് V2Qയും V2Pയാണ്. അതിൻ്റെ അകത്തുനിന്ന് മാഗ്നിറ്റ്യൂഡും ഫേസ് ആംഗിളും കമ്പ്യൂട്ട് ചെയ്യുവാണ്. സോ ഇവിടുന്ന് വന്ന മാഗ്നിറ്റ്യൂഡ് VPQ, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വന്ന ഫേസ് ആംഗിൾ റോ. ഇവിടെ നോക്കുക, V1 എന്ന് വെച്ചാൽ നമ്മുടെ ബസ് വോൾട്ടേജ് ആണ്. സോ അതിനെ ഫേസ് ലോക്ക് ലൂപ്പിൽ കൊടുക്കുമ്പോൾ അതിൻ്റെ ഇൻപുട്ട് എന്താണ് വന്ന സിഗ്നലിന്, ആ സിഗ്നലിന് ഫേസ് ആയിട്ടൊരു സിഗ്നലിനെ അത് പ്രൊഡ്യൂസ് ചെയ്യും PLL. സോ തീറ്റയാണ് അതിൻ്റെ ഫേസ് ആംഗിൾ. സോ ഇത് രണ്ടും കൂടെ ഈ കമ്പാരിറ്ററിൽ പോയിട്ട് വരുമ്പോൾ തീറ്റ പ്ലസ് റോ എന്ന് പറയുന്ന ഫേസ് ആംഗിളും മാഗ്നിറ്റ്യൂഡും VPQയും കൊടുക്കും. ഇത് കിട്ടുന്ന രീതിയിൽ വേണം ഗേറ്റ് പാറ്റേൺ ലോജിക്കിലോട്ട് ആ കൺട്രോളിലോട്ട് കൊടുക്കും. അപ്പോൾ സീരീസ് കൺവേർട്ടറിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജിൻ്റെ മാഗ്നിറ്റ്യൂഡ് VPQയും ഫേസ് ആംഗിളും ഇതുമാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് റെഫറൻസ് ആയിട്ടുള്ള അല്ലെ ഡിസൈഡ് ആയിട്ടുള്ള റിയൽ റിയാക്റ്റീവ് പവറിനെ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും ബൈ ഇൻജെക്ടിങ് ദ ഡിസൈഡ് വാല്യൂ ഓഫ് വോൾട്ടേജ്. സീരീസ് ഇൻവെർട്ടറിൻ്റെ കാര്യം പറയുവാണെങ്കിൽ അത് ഇൻജെക്ട് ചെയ്യുന്ന വോൾട്ടേജിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ ആംഗിളിനെ കൺട്രോൾ ചെയ്യും. അപ്പോൾ ഈ വോൾട്ടേജ് ഇൻജെക്ഷൻ എന്തിനു വേണ്ടിയാണ്? പവർ ഫ്ലോ ഓൺലൈൻ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സീരീസ് വോൾട്ടേജിൻ്റെ ഡിഫറെൻറ്റ് കൺട്രോൾ മോഡ്സ് എന്ന് പറയുന്നത് ഫേസ് ആംഗിൾ ഷിഫ്റ്റ് എമൽഷൻ മോഡുണ്ട്, ലൈൻ ഇംപിഡൻസ് എമൽഷൻ മോഡുണ്ട്, ഓട്ടോമാറ്റിക് പവർ ഫ്ലോ കൺട്രോൾ മോഡുണ്ട്, ഡയറക്റ്റ് വോൾട്ടേജ് ഇൻജെക്ഷൻ മോഡുണ്ട്. അപ്പോൾ ഈ വിധത്തിൽ നമുക്ക് സീരീസ് വോൾട്ടേജിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി ആ ബ്ലോക്ക് ഡയഗ്രത്തിൻ്റെ എക്സ്പ്ലനേഷൻ ബ്രീഫായിട്ട് കൊടുക്കും. ഈ സെക്ഷനോടുകൂടെ ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ഡിസ്കഷൻ കഴിഞ്ഞു. സോ ഫാക്ട്സ് നമ്മൾ ആൻസേഴ്സ് എഴുതുമ്പോൾ കഴിവതും ഫേസർ ഡയഗ്രാം ഉൾപ്പെടുത്തുക. അതേപോലെ കൺട്രോൾ സ്കീം ചോദിക്കുന്നിടത്ത് കൺട്രോൾ സ്കീം എഴുതുക. അവിടെ കൊണ്ടുപോയി പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ അത്രയും ആവശ്യമില്ല, അത്രയും എഴുതിയ മാർക്ക് കിട്ടത്തില്ല. കൺട്രോൾ സ്കീം സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ആ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഇതാണ് അതിൻ്റെ കൺട്രോൾ സ്കീം, അതാണ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഫേസർ ഡയഗ്രാം, സ്കീമാറ്റിക് ഡയഗ്രാം പഠിക്കുക. അതേപോലെ ഈ കമ്പാരിസൺ വരുമ്പോൾ ഗ്രാഫിൻ്റെ ടേംസിലുള്ളത് ഗ്രാഫിൻ്റെ ഇതിൽ വരുന്ന കമ്പാരിസൺസ് ഒക്കെ ആദ്യമേ ഇത് ചെറിയ ബ്രീഫ് എക്സ്പ്ലനേഷനോട് കൂടെ എഴുതണം. താങ്ക് യു.